ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ. എടാ എന്നെ ഇനി തപ്പാൻ പോലീസ് എങ്ങാനും വരുമെന്ന് എനിക്ക് പേടിയാ. അതിനിവിടെ കയറി യവൻ പോലീസ് എങ്ങാനോ നമ്മുടെ കൂട്ടുകാരൻ. എല്ലാരെയും കിട്ടിയില്ല. അവസാനം ഈ പാവപ്പെട്ട എന്നെ പിടിച്ചോണ്ട് പോകുന്നതായിരിക്കും. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇറങ്ങ്. ആരെങ്കിലും എന്റെ പേര് പറഞ്ഞു കൊടുക്കില്ല. പറയത്തില്ല. ഇനി വാ. ദ്രോഹം ചെയ്തവരെല്ലാം അകത്തായിട്ടുണ്ട്. വേറെ നേരത്തെ കയറി വാ. വരാവോടാ. എനിക്ക് പേടിയാവുക. പേടിക്കണ്ടെന്ന്. തെറ്റുവല്ലം ചെയ്തോ? ഇല്ലല്ലോ. തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആണോ? അത് പിടിക്കത്തില്ല. അത് പിടിക്കത്തില്ല. ഇപ്പൊ പിടിക്കത്തില്ല. തെറ്റ് ചെയ്തില്ലെങ്കിലും പിടിച്ചൂടെ? ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ എന്റെ പേര്. ഒറ്റ പ്രശ്നം. ഒറ്റ പ്രശ്നമല്ലേ? അതാണ്. ആരെങ്കിലും വരുവോടാ എന്നെ പിടിക്കാൻ? ഇല്ലെന്ന്. കോടതിയിലൊന്നും ആരുമില്ല. ഇല്ല. സുപ്രീം കോടതിയിലും ആരുമില്ല. എനിക്ക് ആകെ ഉള്ളത് ഞാൻ മാത്രമാ ഈ കടത്തുള്ളേ. വരുവോടാ? ഇല്ലെന്ന്. വരട്ടോ? കേറി വാ. ഇവിടെ കയറി ഒളിച്ചിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു വയസ്സുകാലത്ത്. പതുക്കെ വാ. കൊറേ നേരമായിട്ട് ഇരുന്നാന്ന് തോന്നുന്നു കേട്ടോ. നടക്കാനൊന്നും വയ്യ. നടക്കാൻ വയ്യടാ. എല്ലാവരും പെരുത്ത്. അല്ല, ഈ സിദ്ദീഖിനെ പിടിച്ചാ? സിദ്ദിഖിനെ പിടിച്ചില്ല. സിദ്ദിഖ് എവിടെ പോയി? സിദ്ദിഖ് എറണാകുളത്ത് തന്നെ ആണോടാ. എവിടെങ്കിലും പോത്തൊന്നുമില്ല. സിദ്ദിഖ് അവിടെ തന്നെ കാണും. കാരണം വെച്ചാലേ സിദ്ദിഖിനെയൊക്കെ സംരക്ഷിക്കാൻ ആളില്ലേ. നമ്മളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതുകൊണ്ട് ഒളിത്താവളം തേടിയിരിക്കുക. അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഇതുള്ളതുകൊണ്ടേ നമ്മൾ സുഖമായിട്ട് ഒളിച്ചിരിക്കാം. പിന്നൊരു കാര്യമുണ്ടടാ. സിദ്ദിഖിനെ പിടിച്ചാൽ സിദ്ദിഖ് പലതും പറയും. കേട്ടോ. പറയട്ടെ, അകത്ത് പോട്ടെ. നമുക്കെന്താ? അതല്ല, പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പൊളിയും. ഉടഞ്ഞങ്ങ് പൊളിയും. അതുകൊണ്ട് സിദ്ദിഖിനെ ജാമ്യം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി അല്ല, അതിന്റെ മുന്നിൽ വലിയ കോടതി വല്ലതും ഉണ്ടെങ്കിൽ അവിടെയും നമ്മുടെ ആളുകൾ പോകും. അതിന്റെ പിന്നിൽ ചില ആളുകളുണ്ട്. അറിയാം. അതുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് പോയിട്ട് സാധാരണക്കാരൻ അവസരം കിട്ടട്ടെ തന്നെ. ഏത് സാധാരണക്കാരൻ അവസരം? എത്രയോ നല്ല നടന്മാര്, മികച്ച നടന്. ഞങ്ങളൊക്കെ കൊച്ചിയുടെ ഒരു പവർ പോയാൽ അടുത്ത പവർ ജനിക്കും. നീ വിചാരിക്കുന്ന കണക്കൊന്നും അല്ലടാ മോനെ. ജൂനിയർ ശങ്കരാടി, നീ മനസ്സിലാക്കേണ്ടത്, ഒരു പവർ പോയാൽ അടുത്ത പവർ ജനിക്കും. ആ പവറും കുഴപ്പക്കാരാണ് എന്തോ ചെയ്യും, വീണ്ടും പവർ ജനിക്കും. അല്ല ഇയാളും ഞാനും അവിടെ ചെന്നാൽ രക്ഷയൊന്നുമില്ല, ഒരു രക്ഷയില്ല. കോടികളുള്ളവരാ. അവ സുപ്രീം കോടതി പോയിരിക്കുക മുൻകൂർ ജാമ്യത്തിന്. വല്ല രക്ഷയുണ്ടോ? ഇപ്പൊ ലുക്കൌട്ട് നോട്ടീസ് എന്തൊക്കെയാണ്? ലുക്കൌട്ട് നോട്ടീസ് ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ എന്നും മൊത്തം പത്രത്തിലും ഇതുണ്ടല്ലോ. ഇവിടെ പോയി കാണും. അപ്പൊ ഇവിടെ കാണുക. അവിടെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു കാട്ടിലായിരിക്കും. അല്ലാതെ അവനെ ഒന്നും പിടിക്കത്തൊന്നും. വികടന കക്ഷികൾ അഭിനയിച്ച സിനിമകൾ ആരെങ്കിലും കാണൂ? ഒരുത്തനും കാണത്തില്ല. അതേ ഇനി ആരെങ്കിലും കാണാൻ നിൽക്കൂ? യവന്മാരെ കാണാനൊരു രസമല്ലേ? അതുകൊണ്ട് പോകും. അല്ലാതൊന്നുമില്ല. പക്ഷെ പീഡിപ്പിക്കപ്പെട്ട എല്ലാരെയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ എങ്ങനെ കൊണ്ടുപോകൂടാ? ഞാൻ പറഞ്ഞേ, പുതിയ തലമുറ വേണം. മോഹൻലാലിന് പകരം മോഹൻലാലിന് അഭിനയിക്കും, അനുഭവിക്കും. കലാമണിയോ ശ്രീനിവാസനാണെങ്കിലും കലാമണി മരിച്ചെന്ന് ഇതൊന്നും അറിയാൻ. മണി മരിച്ചു പോയിട്ട് നീ അറിഞ്ഞില്ലേ? എന്നിട്ട് അവസരങ്ങൾ കിട്ടിയില്ലേ? ആർക്ക്? കലാമണിയെ പോലെ അവസരങ്ങൾ കിട്ടി. കലാമൺ മണിക്ക് അവസരം കിട്ടിയിട്ട് എന്താ? അവനെ കൊണ്ട് ചാരായം കുടിപ്പിച്ച് അവനെ ഇല്ലാതാക്കിയില്ലേ? പിന്നെന്തോ അതിൽ വലിയ കാര്യമൊന്നും. എല്ലാ ലോകത്ത് പിന്നെ സിനിമയുടെ അവസ്ഥയും ഇങ്ങനെ ആയിരിക്കുമോ? ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അത് നമ്മള് ഇനി അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. വളരെ കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. അതെ. ജീവിതമേ കഷ്ടം. അതിന്റെ കൂടെ ഇതുകൂടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും. അതെ. കാരണം എങ്ങനെയൊക്കെ നടന്നവരാത്. അതെ. ആ പെങ്കൊച്ചു പറഞ്ഞ പറച്ചിൽ കേൾക്കണം ഈ സിദ്ദിഖിനെ കുറിച്ച്. എന്നെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചൊറ്റയേറായിരുന്നു. പക്ഷെ അയാൾ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിലോ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. വരുമായിരുന്നു. ഇല്ല, അവസരം കൊടുത്തില്ല. വഞ്ചിച്ചു. അതുകൊണ്ടല്ലേ അങ്ങനെ വഞ്ചിച്ചവന്മാർ ഇനി ആരൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. ഓഫർ കൊടുത്ത് അമ്മയിൽ അംഗത്വമാക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കോടികളുണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതം വെറും അറ്റമാണെന്ന് ഇവനൊക്കെ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് ആരാധനയുള്ള ആളാണ് സിദ്ദിഖ് ആയാലും മറ്റു നടന്മാരൊക്കെ. അയാൾ വന്നങ്ങ് കീഴടങ്ങിയാൽ പോരെ? 10 ദിവസം ജാഗരണമായിരിക്കും, പിന്നെ 15ാമത്തെ ദിവസം ജാമ്യം കിട്ടത്തില്ലേ? പ്രശ്നം അങ്ങ് പരിഹരിക്കത്തില്ലേ? എന്തിനാ ഇങ്ങനെ മാറി നടക്കേണ്ട കാര്യമുണ്ടോ?
കുറ്റം ചെയ്യുമ്പോ ആലോചിക്കണം പണി വരുമോ. അല്ല എന്താ പറയുന്നത്? കറക്റ്റ്. നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കാം. ഇനി എന്നെ പിടിക്കാൻ വരുവോടാ? ഇല്ലല്ലേ, വാ ചായ കുടിച്ചിട്ട് നമുക്ക് നിക്കാം. എനിക്ക് പേടിയാവും.